ഈ വീഡിയോയിൽ നമ്മളൊരു അൽഗോരിതത്തിൻ്റെ സ്പേസ് കോംപ്ലക്സിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നതാണ് എസ് ഓഫ് പി. ഇനി എസ് ഓഫ് പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? ഫിക്സ്ഡ് സ്പേസ് പ്ലസ് വേരിയബിൾ സ്പേസ്. ഫിക്സ്ഡ് സ്പേസ് പ്ലസ് വേരിയബിൾ സ്പേസ് ആണ് സ്പേസ് കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇവിടെ ഫിക്സ്ഡ് സ്പേസ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്ക് തന്നിട്ടുള്ള വേരിയബിൾസിനാണ് നമ്മൾ ഫിക്സ്ഡ് സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ട്? എ, ബി, സി 3 വേരിയബിൾസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മുടെ ഫിക്സ്ഡ് സ്പേസിൻ്റെ വാല്യൂ എത്രയാണ്? 3. ഇനി വേരിയബിൾ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വല്ല അറേ അല്ലെങ്കിൽ ലിസ്റ്റ് അങ്ങനെയൊക്കെ നമ്മുടെ അൽഗോരിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വേരിയബിൾ സ്പേസ് അത് വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ അൽഗോരിതത്തിൽ നമുക്ക് അറേ ലിസ്റ്റ് അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഇത് എന്താണ് വാല്യൂ വരുന്നത്? 0. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3 യൂണിറ്റ്സ് ആണ് ഇതിൻ്റെ സ്പേസ് കോംപ്ലക്സിറ്റി. ഇനി ഇതിനെ നമ്മൾ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് വഴി നമുക്ക് കാണിക്കണം. അതായത് നമ്മുടെ ബിഗ് ഒമേഗ, ബിഗ് തീറ്റ ആ രീതിയിൽ നമുക്ക് കാണിക്കാനുണ്ട്. ഇവിടെ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് നമ്പറാണ്. അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. അതായത് അതിൻ്റെ മെമ്മറി യൂണിറ്റ് എപ്പോഴും 1 തന്നെയായിരിക്കും. ഇന്നിതിപ്പോൾ 3 അല്ല 5 ആണ്, അല്ലെങ്കിൽ 50,000 ആണ്, അങ്ങനെ എത്ര നമ്പർ വന്നാലും അതിൻ്റെ മെമ്മറി സ്പേസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് ഗ്രോത്ത് റേറ്റ് ഫ്ലാറ്റ് ആണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്തായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ബിഗ് ഒ നൊട്ടേഷനായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് എനി കോൺസ്റ്റൻറ്റ് സ്പേസിൽ കോംപ്ലക്സിറ്റി സിംപ്ലിഫൈഡ് ആയിരിക്കും. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബിഗ് ഒ ഓഫ് 1 എന്നായിരിക്കും. ഇതാണ് ഇതിൻ്റെ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ. ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ സെക്കൻഡ് അൽഗോരിതം നോക്കിക്കേ. ഇവിടെ നമുക്ക് ഒരു അറേ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നേരത്തെ അൽഗോരിതത്തിനെക്കാളും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ് സെക്കൻഡ് അൽഗോരിതം. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷൻ സെയിം തന്നെ, സ്പേസ് കോംപ്ലക്സിറ്റി ഫിക്സ്ഡ് സ്പേസ് പ്ലസ് വേരിയബിൾ സ്പേസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഫിക്സ്ഡ് സ്പേസ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഫിക്സ്ഡ് ആയിട്ടുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ ഫിക്സ്ഡ് സ്പേസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ എ എന്ന് പറയുന്നത് നമ്മുടെ അറയാണ്, എസ് എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്, ഐ എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്, പിന്നെ എൻ എന്ന് പറയുന്നത് സൈസിൻ്റെ ലിമിറ്റാണ്. അതും ഫിക്സഡ് സ്പേസിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ഫിക്സഡ് സ്പേസ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ഇനി നമ്മൾ വേരിയബിൾ സ്പേസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ വേരിയബിൾ സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു ഇൻപുട്ട് അറേ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ വേരിയബിൾ സ്പേസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഈ ഇൻപുട്ട് അറേയുടെ സൈസ് അതാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത്. സൈസ് ഡിപ്പെൻഡ്സ് ഡയറക്റ്റ്ലി ഓൺ ദ നമ്പർ n. നമ്മുടെ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ അറയിലെ എൻ്റെ വാല്യൂ ആയിട്ട് ഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്തായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും? n യൂണിറ്റ് ഓഫ് സ്പേസ് ആയിരിക്കും എടുക്കുന്നത്. നേരത്തെ അവിടെ നമുക്ക് അറേയും ലിസ്റ്റും ഒന്നുമില്ല, അപ്പോൾ അവിടെ സൈസ് 0 ആയിരുന്നു. ഇവിടെ n യൂണിറ്റ് ഓഫ് സ്പേസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താവും? വേരിയബിൾ സ്പേസിൻ്റെ വാല്യൂ n ആവും. 3 + n ആണ് നമ്മുടെ വേരിയബിൾ സ്പേസിൻ്റെ വാല്യൂ ഇവിടെ വരുന്നത്. ഇനി നമ്മൾ ഇവിടുത്തെ നൊട്ടേഷനാണ് നോക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, n എന്ന് പറയുന്നൊരു സംഖ്യ അതെന്ത് വേണേലാകാം. വേണമെങ്കിൽ 3 ആകാം, അല്ലെങ്കിൽ മില്യൺ, അല്ലെങ്കിൽ ബില്യൺ, അങ്ങനെ എത്രത്തോളം വേണേലും വരാം. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇത് 3 ആണെന്നുണ്ടെങ്കിൽ 3 ബില്യണോ എന്ത് വേണേലും ആവാമല്ലോ. അപ്പോൾ 3 എന്ന് പറയുന്നൊരു വാല്യൂ നെഗ്ലിജിബിളാണ്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ സ്പേസ് സ്കെയിൽ എന്ന് പറയുന്നത് ഇൻപുട്ട് സൈസുമായിട്ട് ലീനിയർലി ഡിപ്പെൻഡ് ചെയ്തായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? ലീനിയർ സൈസ്, അതായത് ഇൻപുട്ട് സൈസുമായിട്ടാണ് ലീനിയർ. അപ്പോൾ ഇൻപുട്ട് സൈസ് എത്രയാണ് ഇവിടെ? n. അപ്പോൾ എന്ത് വരും? നൊട്ടേഷൻ ബിഗ് ഒ നൊട്ടേഷൻ ഓഫ് n എന്നായിരിക്കും വരുന്നത്. അതായത് നമ്മുടെ സ്പേസ് സ്കെയിൽ ലീനിയർലി വിത്ത് ഇൻപുട്ട് സൈസാണ്. അപ്പോൾ എന്താവും? ബിഗ് ഒ നൊട്ടേഷൻ ബിഗ് ഒ ഓഫ് n എന്നായിട്ട് മാറിത്തീരും. അതായത് ഇവിടെ ലീനിയർ സ്പേസ് ആണ് ഉള്ളത്. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ നൊട്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരേ ഒരു സൈസേ ഉള്ളൂ, ഫിക്സഡ് സൈസാണ്. അപ്പം ബിഗ് ഒ ഓഫ് 1 ആയി. ഇവിടെ ലീനിയർ വിത്ത് ഇൻപുട്ട് സൈസ് ആയതുകൊണ്ട് ബിഗ് ഒ ഓഫ് n എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അറേ എല്ലാം ഉള്ളതുകൊണ്ട് ഇവിടെ വേരിയബിൾ സ്പേസിന് നമ്മുടെ ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ n, ആ വാല്യൂ 3 + n വന്നു. ഇവിടെ വേരിയബിൾ സ്പേസിന് അറേ ലിസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് 3 + 0 എന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു.